عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 13-ാമത്തെ പാഠം അദ്ഹ വ അമറ. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം ഒന്ന് വായിക്കാം. എന്താ അദ്ഹ വ അമറ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതായത് ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് നാം നിൽക്കുന്ന മഹ്ശറയിൽ നാം ഒരുമിച്ച് കൂടുന്നതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പാഠമൊന്ന് വായിക്കാം. വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറയാണ്, വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നോക്കില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുകയാണ്, വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുകയാണ്, സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നോക്കില്ലേ? വസ്ത്രങ്ങളില്ലാതാകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പം നബി തങ്ങൾ പറയാണ്, ആയിഷ, അന്ന് അതിഭയങ്കരമായ ദിനമാണ്, ആരും പരസ്പരം നോക്കുകയില്ല, അല്ലാഹു അങ്ങേ അറ്റം കോപിക്കുന്ന ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് മറുപടി കൊടുത്തു. നബിയെ, അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? ഈ ഭയാനകമായ സന്ദർഭത്തിൽ നബിയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഭയാനകമായ സംഭവം കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അന്ന് നബിയെ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. ഒന്ന്, മീസാൻ കനം തൂങ്ങുമോ കുറയുമോ എന്നറിയുന്നത് വരെ. എൻ്റെ മീസാൻ നന്മയാണോ തൂങ്ങുക അതല്ല തിന്മയാണോ തൂങ്ങുക എന്ന് അറിയുന്നത് വരെ ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കുകയില്ല. അതുപോലെ തന്നെ കിതാബ് വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ ലഭിക്കുക എന്നറിയുന്നത് വരെ. എൻ്റെ കിതാബ് വലത് കയ്യിലാണോ അതല്ല ഇടത് കയ്യിലാണോ നൽകുക എന്ന് അറിയുന്നത് വരെ, വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ എൻ്റെ കിതാബ് ലഭിക്കുക എന്നത് അറിയുന്നത് വരെ ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ഓർക്കില്ല. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം, സിറാത്ത് വിട്ടുകടക്കുന്നത് വരെ. സിറാത്ത് പാലം, ആ പാലം എനിക്ക് വിട്ടുകടക്കാൻ കഴിയുമോ? ആ സിറാത്ത് പാലം ഞാൻ വിട്ടുകടക്കുമോ? ആ വിട്ടുകടക്കുന്നത് വരെ ഒരു മനുഷ്യനും മറ്റൊരാളെക്കുറിച്ച് ഓർക്കുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്. ഇനി അള്ളാഹു ചോദിക്കുന്നു, നീ ഇങ്ങനെയൊരു ദോഷം ചെയ്തിട്ടില്ലേ? വല്ലപ്പോഴും തെറ്റുവന്നുപോയ വിശ്വാസിയോട് അള്ളാഹു ചോദിക്കും. ആരോടാ ചോദിക്കണേ? വല്ലപ്പോഴും തെറ്റ് വന്നുപോയ വിശ്വാസിയോട് അള്ളാഹു ചോദിക്കും, നീ ഇങ്ങനെ ഒരു ദോഷം ചെയ്തിട്ടില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറയും, അതെ, ചെയ്ത ദോഷങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ സമ്മതിക്കും. അപ്പോൾ അവന് പരാജയപ്പെട്ടുവെന്ന് ഉറപ്പിക്കും. അപ്പോൾ അവനെന്ത് ചെയ്യും? പരാജയപ്പെട്ടു എന്ന് അവൻ ഉറപ്പിക്കും. ഈ സന്ദർഭത്തിൽ അള്ളാഹു പറയും, ദുനിയാവിൽ ഇതെല്ലാം നാം മറച്ചുവെച്ചു, ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അങ്ങനെ അവന് നന്മയുടെ ഏട് നൽകപ്പെടും. ദുനിയാവിൽ ഇതെല്ലാം നാം മറച്ചു വെച്ചു. അവൻ ചെയ്ത ദോഷങ്ങളൊക്കെ, നല്ല സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ വല്ല സമയത്തും ഏതെങ്കിലും ഒരു സമയത്ത് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു തആല ഈ ഭൂലോകത്ത് വെച്ച് നമ്മിൽ നിന്നും ജനങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെച്ച്, ഇപ്പോൾ അല്ലാഹു തആല മറച്ചു വെച്ച് മഹ്ശറയിലെത്തുമ്പോൾ അല്ലാഹു ചോദിക്കുകയാണ്, നീ ഇന്ന തെറ്റ് ചെയ്തിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ സമ്മതിക്കുകയാണ്, അതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതോടുകൂടി ആ മനുഷ്യൻ തൻ്റെ മനസ്സിൽ കരുതുകയാണ്, ഇതോടുകൂടെ ഞാൻ എന്തായിട്ടുണ്ട്? പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ കരുതുകയാണ്. പക്ഷേ അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് ആ ദോഷങ്ങളെ മറച്ചു വെക്കുകയും ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവിടുന്ന് പുറത്തു കൊടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യന് അല്ലാഹു തആല അവൻ്റെ ഏടിനെ അവൻ്റെ വലത് കയ്യിൽ നൽകുകയാണ്.
അവിശ്വാസികളെയും കപടവിശ്വാസികളെയും അന്ന് ശക്തമായി വിചാരണ ചെയ്യും. അവിശ്വാസികളായ മനുഷ്യരെയും അതുപോലെ തന്നെ കപടവിശ്വാസികളെയും അവരെന്ത് ചെയ്യും? ശക്തമായ രീതിയിൽ വിചാരണ ചെയ്യും. ഈ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്ത സത്യവിശ്വാസിയോട് ചോദിച്ച മാതിരിയല്ല അവരോട് ചോദിക്കുന്നത്. നീ ഇങ്ങനെയൊരു ദോഷം ചെയ്തിട്ടില്ലേ എന്നാണ് ആ സത്യവിശ്വാസിയായ മനുഷ്യനോട് ചോദിച്ചത്. എന്നാൽ ഇവരോടുള്ള ആ ചോദ്യത്തിൻ്റെ ശൈലി തന്നെ മാറും. അതികഠിനമായ വിചാരണയായിരിക്കും ഇവർ നേരിടേണ്ടി വരിക. വിചാരണ ശക്തമായാൽ അവൻ രക്ഷപ്പെടുകയില്ല. അപ്പോൾ വിചാരണ ശക്തമാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. വിചാരണയ്ക്കു ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. നന്മകൾ മുൻതൂക്കമായവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. ചിലർ മിന്നൽ വേഗതയിൽ കടന്നു പോകും. സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം വിട്ടുകിടക്കും. ചിലർ കാറ്റിൻ്റെ വേഗതയിലായിരിക്കും, അടിച്ചു വീശുന്ന കാറ്റിൻ്റെ വേഗതയിലായിരിക്കും ചില ആളുകൾ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം വിട്ടുകിടക്കുക. ചിലർ കുതിരയുടെ വേഗത ആ സ്പീഡിനനുസരിച്ചായിരിക്കും ചിലർ സിറാത്ത് പാലം വിട്ടുകിടക്കുക. ചിലർ ഓടുന്ന വേഗതയിൽ, ചില ആളുകൾ ഓടുന്ന വേഗതയിലായിരിക്കും സിറാത്ത് പാലം വിട്ടുകിടക്കുക. ചിലർ നടക്കുന്ന വേഗതയിൽ, ചില മനുഷ്യരാണെങ്കിൽ നടന്ന് നീങ്ങുന്ന ആ വേഗത അവർ സിറാത്ത് പാലം വിട്ടുകിടക്കുന്നതിൽ ഉണ്ടാവുകയുള്ളൂ. ചിലരോ മുട്ടിലിഴഞ്ഞ് വരെ ചിലർ സിറാത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് മുട്ടിലിഴഞ്ഞുകൊണ്ട് മനുഷ്യരെന്ത് ചെയ്യും? സിറാത്ത് പാലം വിട്ടുകിടക്കും. അവരെ ചെയ്ത നന്മക്കനുസരിച്ചാണ് സിറാത്ത് പാലത്തിലെ വേഗത ഓരോ മനുഷ്യർക്കും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ചിലർ അതിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവൻ നരകത്തിലേക്ക് വീഴുന്നു. കുറ്റം ചെയ്തവരായിരിക്കും അവർ. കുറ്റം ചെയ്തവരാണ് സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോൾ നരകത്തിലേക്ക് വീഴുന്നത്. അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവരും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അമ്പിയാക്കൾ അള്ളാഹു തആല പ്രത്യേകം ആദരിച്ച ചില ആളുകൾ അവരെന്താകും? ഒരു വിചാരണവും കൂടാതെ അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകും, സിറാത്ത് പാലം വിട്ടുകിടക്കും. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ അള്ളാഹു നമ്മെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സാഅത്തു അദ്ഹാ വ അമറ. അന്ത്യനാൾ അതിഭീകരമാണ്. ഇൻഷാ അല്ലാഹ് തദ്രീബാത്താണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നഖറഉ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കുക. അദ്ഹാ വ അമറു, അതിഭീകരമാണ്. അർരിജാല് പുരുഷന്മാർ, അന്നിസാ സ്ത്രീകൾ, മീസാന് നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ്, കിതാബ് നന്മ തിന്മകൾ എഴുതപ്പെടുന്ന ഗ്രന്ഥം, സിറാത്തുൻ നരകത്തിന് മുകളിലുള്ള പാലം, മുഅ്മിൻ സത്യവിശ്വാസി, മുനാഫിഖ് കപടവിശ്വാസി, അമലുൻ കർമ്മം, ഹിസാബ് വിചാരണ. പിന്നെ പാദരക്ഷ, ചെരിപ്പ്, ഷൂ മുതലായവ. കപടവിശ്വാസി, മനസ്സിൽ വിശ്വാസമില്ലാതെ വിശ്വാസിയാണെന്ന് നടിക്കുന്നവൻ. രണ്ടാമത്തെ നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. അമ്പിയാക്കൾ ഡാഷ് ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും, ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കും. 2. ചിലർ മിന്നൽ വേഗതയിൽ ഡാഷ് കടന്നു പോകും, സിറാത്തിലൂടെ കടന്നു പോകും. 3. വിചാരണയ്ക്ക് ശേഷം കർമ്മങ്ങൾ ഡാഷിൽ തൂക്കും. ഏതിൽ തൂക്കും? മീസാനിൽ തൂക്കും. 4. മുനാഫിക്കുകളെ ഡാഷ് വിചാരണ ചെയ്യും, അതിശക്തമായി വിചാരണ ചെയ്യും. 5. നന്മകൾ ഡാഷ് സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പോകും. നന്മകൾ മുൻതൂക്കമുള്ളവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പോകും. 2. നുബയ്യന സിയാക്ക്, സന്ദർഭം വിവരിക്കുക. 1. അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? ആരോട് ചോദിച്ചു? എപ്പോഴായിരുന്നു? വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാക്രമം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചോദിച്ചതാണ് ഇത്. 2. ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ഏതാണ് ആ സന്ദർഭം? ആരോട് പറയുന്നു? സന്ദർഭം. വല്ലപ്പോഴും തെറ്റ് വന്നു പോയ ചില സത്യവിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കും, നീ ഇങ്ങനെയൊരു ദോഷം ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ അവർ സമ്മതിക്കുമ്പോൾ അള്ളാഹു പറയുന്നതാണ് ഇത്. ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ഇനി 4. നുജീബ്, ഉത്തരമെഴുതാൻ. 1.
ആളുകൾ എങ്ങനെയാണ് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നത്? ആൻസർ: വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങളിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നു. 2. കിതാബ് വലതിൽ കയ്യിൽ കിട്ടുന്നത് ആർക്ക്? നന്മ മുൻതൂക്കമുള്ളവർക്ക്, സത്യവിശ്വാസികൾക്ക്. 3. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരെഴുതുക. ആൻസർ: നബിമാർ. 4. സിറാത്തിൽ നിന്ന് നരകത്തിൽ വീഴുന്നത് ആരാണ്? കുറ്റം ചെയ്തവർ അഥവാ അവിശ്വാസികൾ. കുറ്റം ചെയ്തവർ അഥവാ അവിശ്വാസികൾ, കപടവിശ്വാസികൾ, അവരാണ് സിറാത്തിൽ നിന്ന് നരകത്തിൽ വീഴുക. ഇനി 5. നുഇദ്ദു ഫിഖ്റ, മഹ്ശറിൻ്റെ ഭയാനകത. ആ വിഷയത്തിൽ ഖണ്ഡിക എഴുതാനാണ്. വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. സൃഷ്ടിജാലങ്ങളുടെ തിക്കും തിരക്കുമാണവിടം. 7 ആകാശങ്ങളും ഭൂമിയും നിറയുള്ള സൃഷ്ടിജാലങ്ങൾ, മലക്കുകൾ, ജിന്നുകൾ, പിശാചുകൾ, പക്ഷികൾ, പറവകൾ, വന്യജീവികൾ എല്ലാം അവിടെ സംഘടിച്ചിരിക്കുന്നു. അപ്പോഴാണ് സൂര്യൻ ഇരട്ടിച്ചൂടുമായി അതീവ കാഠിന്യത്തോടെ മഹ്ശറയിൽ ഉദിക്കുന്നത്. ഒരു ചാൺ അകലത്തിൽ അത് വന്നു നിൽക്കും. ജീവിതത്തിൽ അനുഷ്ഠിച്ച സൽപ്രവർത്തനത്തിൻ്റെയും ദുഷ്പ്രവർത്തനത്തിൻ്റെയും അളവനുസരിച്ച് സൂര്യൻ്റെ ചൂടിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. ചിലർക്ക് മുട്ടുവരെ വിയർപ്പ്, ചിലർക്ക് ഊര വരെ, ചിലർക്ക് ചെവി വരെ, ചിലരാകട്ടെ വിയർപ്പിൽ മുങ്ങിപ്പോകുന്നവരും. എന്തൊരു ഭയാനകത! ഇതോടെ 13ാമത്തെ പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.